നമോ ഭഗവതേ വാസുദേവായ. 4 ദശകം കഴിഞ്ഞു, 5ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിരാട് പുരുഷോൽപത്തി പ്രകരണം എന്നാണ് ഈ ദശകം. ഇത് ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധം 5ാമത്തെ അധ്യായം 21 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പരീക്ഷത്തിന്റെ 2 ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഈ 2ാമത്തെ സ്കന്ധം. ആദ്യത്തെ ചോദ്യത്തിന്റെ സമാധാനം പൂർവദശകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മോക്ഷം? സാക്ഷാൽ ഭഗവാൻ ആരാണ്? എങ്ങനെ ഭഗവാനെ പ്രാപിക്കുന്നു? അതിനെ അറിഞ്ഞിട്ട് എന്തിനാണ് ഈ ലോകത്ത് ജീവരാശികൾ ദുഃഖം അനുഭവിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ സമാധാനം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഭഗവാൻ? എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം? എങ്ങനെ മോക്ഷം പ്രാപിക്കാം? അഷ്ടാംഗയോഗത്തിൽ കൂടി. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 2ാമത്തെ ചോദ്യത്തിൻ്റെ സമാധാനമാണ് ഇവിടെ. എന്താണത്? അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് എങ്ങനെയാണ് ഈ സൃഷ്ടി ക്രമം വികസിച്ചു വന്നത്? ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ഉണ്ടായി? എവിടെ നിന്നുണ്ടായി? ഈ ജീവരാശികൾ എങ്ങനെ ഉണ്ടായി? എവിടേക്ക് പോകുന്നു? എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? ഇതിൻ്റെ സമാധാനമാണ് ഇനിയുള്ള ഈ 5, 6, 7 ദശകങ്ങളുള്ളത്. ഇവിടെ വിരാട് പുരുഷോൽപത്തിയാണ്. വിരാട് പുരുഷന്റെ ഉൽപ്പത്തി. ഇതിനു മുമ്പ് പറഞ്ഞ ഒരു പുരുഷൻ ഭഗവാൻ എന്നുള്ളത് ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്? നിർഗുണമായിരിക്കുന്ന രൂപത്തിൽ. നിർഗുണമായിരിക്കുന്ന ഭഗവാന്റെ പദത്തിനെ, വൈകുണ്ഠപദത്തിനെ പ്രാപിക്കുന്ന വിഷയമാണ് പൂർവാധ്യായത്തിൽ അഷ്ടാംഗയോഗത്തെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞത്. ഇവിടെ അതല്ല ഭഗവാന്റെ രൂപം. ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ വേറൊരു രൂപമുണ്ട്. എന്താണത്? അത് വിശ്വമൂർത്തിയായിരിക്കുന്ന ഭഗവാനാണ്. വിശ്വത്തിൻ്റെ എല്ലാം മൂർത്തിയായിരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ മൂർത്തി വിശ്വമാവുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? വിശ്വമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർത്തി എന്ന് പറഞ്ഞാൽ പമ്പലത്തിലെ മൂർത്തി എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് മൂർത്തി? രാമനാണോ, കൃഷ്ണനാണോ, ശിവനാണോ? ഏതാണ് മൂർത്തി? അങ്ങനെ ആ നിർഗുണമായിരിക്കുന്ന ഈശ്വരനെ മൂർത്തിയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമുക്ക് മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്ന വിഗ്രഹരൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മൂർത്തി. മൂർത്തമാവുക. അപ്പൊ അമൂർത്തമെന്നും മൂർത്തമെന്നും 2 ഭാവമുണ്ട് ഭഗവാന്. അമൂർത്തമാവണം നമ്മൾ പറഞ്ഞ നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഭാവം. മൂർത്തമായിരിക്കുന്ന ഭാവങ്ങളുണ്ട്. അതായത് നമുക്ക് മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്ന വിഗ്രഹങ്ങൾ. വിഗ്രഹം വെച്ചാൽ കല്ലുകൊണ്ടുള്ളത് എന്നർത്ഥമല്ല, മനസ്സുകൊണ്ട് വിശേഷണം ഗ്രഹിക്കാവുന്നതായ രൂപത്തിനാണ് നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത്. അതാണ് മൂർത്തി. അപ്പോൾ വിരാട് പുരുഷോൽപത്തി, വിശ്വമൂർത്തിയായിട്ട് വിശ്വത്തിലുള്ള സകല ചരാചരങ്ങളിലും ഭഗവാൻ ഉൾക്കൊള്ളുന്നു, സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. എല്ലാത്തിലും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളുന്ന ഏതിലാണോ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ അതിനെ മൂർത്തിയായിട്ട് പിടിക്കാം. അതിൽ കൂടി ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ രൂപം എങ്ങനെയാണ്? അപ്പൊ ഭഗവാൻ രൂപിയാണോ അരൂപിയാണോ? ഭഗവാൻ രൂപിയാണോ അരൂപിയാണോ? അപ്പൊ പിന്നെ രൂപി ആരാ? അത് വേറെ വല്ലവരാണോ എന്നാണ് ചോദ്യം. അതല്ല, ഭഗവാന്റെ ഭാവവ്യത്യാസങ്ങൾ. അരൂപിയായിരിക്കുന്ന ഭഗവാനാണ് വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ നാരായണൻ. രൂപിയിലേക്ക് വരുമ്പോൾ ഇവിടെ വിശ്വരൂപമാണ്. ഈ കാണുന്ന ഓരോരോ രൂപങ്ങളും ഭഗവാന്റെ രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അരൂപിയാണ്.
ഒരു രൂപത്തിൽ കൂടി ദർശിക്കുന്ന പോലെയല്ല എന്നാ പറയുന്നത്. ഏത് രൂപത്തിൽ കൂടെയാവുന്ന വെച്ചാൽ ഏതാണ് ഭഗവാന്റെ രൂപം? എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. അങ്ങനെ എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണെങ്കിൽ ഭഗവാന്റെ ഒരു നിശ്ചിതമായിട്ടുള്ള രൂപം പറയൂ? അത് പറ്റില്ല. എന്താ കാരണം? ഭഗവാൻ രൂപിയാണ്. ഒരേ സമയത്ത് തന്നെ അരൂപിയും രൂപിയുമാണ് ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ വേറൊരു രൂപത്തിന്, ഒരു ഭാവത്തിന് പറയുന്നതാണ് ഈ വിശ്വമൂർത്തി. അതായത് വിരാട് പുരുഷ ഉൽപ്പത്തി. ഈ വിരാട് പുരുഷൻ എങ്ങനെയുണ്ടായി? അനന്തനാരായണനായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് സൃഷ്ടി വികസിച്ച് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിയിൽ മുഴുവൻ എന്തുണ്ട്? ഭഗവാന്റെ അംശങ്ങളുണ്ട്. ഞാനായാലും നിങ്ങളായാലും പശുപക്ഷി മൃഗാദികളായാലും എല്ലാം ഉൾക്കൊള്ളുന്നത് എന്താണ്? ഭഗവാന്റെ അംശം. ഓരോരോ അംശങ്ങളും അതാണെങ്കിൽ ഓരോരോ അംശങ്ങളും എന്താണ്? മൂർത്തിയാണ്. അങ്ങനെ വിശ്വത്തിലുള്ള സകല ചരാചരങ്ങളും ഭഗവത് മൂർത്തിയാണ്. അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് എങ്ങനെ സൃഷ്ടി ഉണ്ടായി? സൃഷ്ടി എങ്ങനെ ഉണ്ടായി? സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്താണ്? അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്താണ്? നമ്മൾ പഠിച്ചതും കേട്ടതുമായിട്ടുള്ള കാര്യം പറയൂ. പ്രളയം, പ്രളയം കഴിഞ്ഞ് സൃഷ്ടി, സൃഷ്ടി കഴിഞ്ഞാലോ പ്രളയം, പ്രളയം കഴിഞ്ഞാൽ സൃഷ്ടി, രാത്രി കഴിഞ്ഞാൽ പകല്, പകല് കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകല്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ കാണുന്നുണ്ട് നമ്മൾ എന്ത്? ഈ സൃഷ്ടിയും പ്രളയവും. രാത്രി എല്ലാം അന്ധകാരമാണ്, എല്ലാം ഉറങ്ങുന്നു, എല്ലാ മനസ്സുകളും ഉറങ്ങുന്നു. അവിടെ മനസ്സെല്ലാം എന്തു ചെയ്യുന്നു? പ്രളയത്തെ പ്രാപിക്കുന്നു, ലയത്തെ പ്രാപിക്കുന്നു. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എല്ലാം ഉണരുന്നു. അവിടെ എന്തായി? സൃഷ്ടിപ്രക്രിയ വീണ്ടും തുടങ്ങുന്നു. ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കൂടി കാണാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? ഏത്? ഒരു പ്രളയമുണ്ട്, അത് കഴിഞ്ഞ് സൃഷ്ടിയുണ്ട്, പിന്നെ പ്രളയമുണ്ട് എന്ന് പറഞ്ഞാൽ സത്യമാണോ? അല്ലേ? സൃഷ്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവമുള്ളതാണ്, നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. പ്രളയമോ? അത് കണ്ടിട്ടില്ല അല്ലേ? കാണുന്നുണ്ട്, അറിയുന്നില്ല എന്നുള്ളതാണ്. കാണുന്നുണ്ടല്ലോ, ഇതിപ്പോ ഇവിടെ ഉണ്ട് ഇല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഇല്ല, ഇന്നലെ ഉണ്ട്, അതല്ല പറയുന്നത്. ഇന്നലെ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു കാലത്തിനെ കുറിച്ചാണ്. ഇന്നലെ ഉണ്ടായിരുന്നോ? നാളെ ഇതുണ്ടോ? ഇപ്പൊ ഉണ്ട് അല്ലേ? നാളെ ഇല്ലാണ്ടായി അതിനെന്ത് വരും പറയും? ഈ വസ്തു ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെല്ലാം അതാതിൻ്റെതായിട്ടുള്ള ഭൂതങ്ങളിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ബാക്കി നിൽക്കില്ല, ഓരോന്നും അതാതിന്റെ ഭൂതങ്ങളിൽ ലയിക്കും. അപ്പൊ നമ്മൾ ലയം നല്ല പ്രളയം എന്നാ പറയാ. എല്ലാം ഇല്ലാതെ വീണ്ടും ഉണ്ടായി, ഇല്ലാതെ പ്രളയം കാണാനില്ലേ? അങ്ങനെ ഓരോരോ സാധനം എന്ത് സൃഷ്ടി ലോകത്തുണ്ടോ അത് മുഴുവൻ ഇല്ലാതെയാവുന്നുണ്ട്. ഇതെല്ലാം കൂടി പ്രപഞ്ചത്തിനെ ഇല്ലാതെയാവുന്നതും ഉണ്ടാക്കുന്നതും ആയിട്ടുള്ളൊരവസ്ഥയുണ്ട്. ആ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് പറയുന്ന ഈ വിരാട് പുരുഷോൽപ്പത്തി. അത് അതിൻ്റെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ, ഇതിപ്പോൾ എങ്ങനെയാണല്ലോ, ഇതിൻ്റെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴാണ് ഇതില്ലാതെയാവുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിശ്ചിത കാലം, ആ നിശ്ചിത കാലം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ തലചുറ്റി വീണത് കേട്ടിട്ട്, ആ നിശ്ചിത കാലം കഴിയുമ്പോൾ അതില്ലാതെ. അവിടെയാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രളയവും സൃഷ്ടിയും കാണാനുണ്ട് അല്ലേ? അതിനെ നമ്മൾ പ്രാപഞ്ചികമായിട്ട് പിടിക്കുമ്പോൾ അതിനൊരു കാലമുണ്ട്. ആ കാലത്ത് സൃഷ്ടിക്കപ്പെടും, അത് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവും. അതാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ നിഷ്കള ബ്രഹ്മത്തിനെ വിട്ടിട്ട് സകളമായിട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ വിഷയം. സൃഷ്ടിക്രമം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി?
സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. സൃഷ്ടിക്ക് മുമ്പ് എന്താണ്? പ്രളയം കഴിഞ്ഞാണ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പൊ പ്രളയം കഴിഞ്ഞതിന് ശേഷം സൃഷ്ടി എങ്ങനെ തുടങ്ങുന്നു? വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവൽ പ്രാകൃത പ്രക്ഷയേ. പ്രാകൃത പ്രക്ഷയത്തിൽ പ്രകൃതി കൂടി വിലയം പ്രാപിച്ച് ഇരിക്കുന്ന അവസ്ഥയിൽ പ്രളയകാലത്തിങ്കൽ വ്യക്താവ്യക്തം ന കിഞ്ചിത് അഭവൽ. വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവർ. ഒന്നും വ്യക്തമായിട്ടുമില്ല, അവ്യക്താവസ്ഥയിലും ഒന്നുമില്ല എന്ന്. വ്യക്താവ്യക്തമിതം, ഈ കാണുന്നതായ വ്യക്തത അവ്യക്തത ഇത് രണ്ടും അവിടെ ഇല്ല. ന കിഞ്ചിദഭവൽ പ്രാകൃത പ്രക്ഷയെ, പ്രകൃതി കൂടി വിലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ്. എന്താ ഈ പ്രകൃതി കൂടി വിലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്ന് പറയാൻ കാരണം? ഈ ലോകമുണ്ടായത് പെട്ടെന്നുണ്ടായതല്ല. അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. ഒരു ഗർഭത്തിന് കുട്ടി ഉണ്ടാവുന്നത് പെട്ടെന്നാണോ? അല്ല. എന്താണ്? ഗർഭസമ്പാദനത്തിന് ശേഷം ക്രമത്തിൽ കലങ്ങിയിരിക്കുന്ന ശുക്ലാർത്തവങ്ങൾ കൂടിച്ചേർന്നത് ഘനമായൊരു പിണ്ഡമായി തീർന്ന് ആ പിണ്ഡം ഓരോരോ മാസങ്ങളിൽ അതിന് വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ 8 മാസമാകുമ്പോൾ അത് പൂർണ്ണഗർഭത്തെ പ്രാപിച്ച ഒരു കുട്ടിയുടെ രൂപത്തിൽ വരുന്നു. അതിന് വീണ്ടും മാറ്റങ്ങൾ വന്ന് ആണ് 10-ാം മാസം പ്രസവിച്ച് വരുന്നത്. അപ്പോൾ ഓരോരോ ദശയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടാണ് അതൊരു മനുഷ്യരൂപമാവുന്നത്. ഒരു കോഴിയുടെ മുട്ട ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വ്യക്തമായൊരു കോഴിക്കുട്ടി ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ക്രമത്തിൽ ആ മുട്ട പൊട്ടി എന്താ വരുന്നത്? ഒരു കുട്ടിയായിട്ട് വരുന്നില്ലേ? അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയിലും ഈ ക്രമം ബാധകമാണ്. അപ്പൊ എവിടെ നിന്നുണ്ടായി സൃഷ്ടി? എവിടെ നിന്നുണ്ടായി സൃഷ്ടി? ഒന്നുമില്ലാത്തന്നുണ്ടായോ? അതാ ചോദ്യം. ഇപ്പൊ ഒന്നുമില്ല എന്നാ പറയുന്നത്. ഒന്നുമില്ലാത്തതിന് സൃഷ്ടി ഉണ്ടാവോ? ഒന്നുമില്ലാത്തതിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉള്ളതല്ലേ ഉണ്ടായിട്ടുള്ളൂ. വിത്തില്ലാണ്ട് ഒരു വൃക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് പറയൂ. വിത്തില്ലാണ്ട് ഒരു വൃക്ഷം ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലാത്തതിനൊന്നും ഉണ്ടാവില്ല. ശൂന്യതയിൽ നിന്നല്ല ഉണ്ടാവുന്നത്. പിന്നെ എവിടെ നിന്നാണ്? ശൂന്യതയുടെ വിപരീതമുണ്ട്. അതിനെന്താ പേര് പറയാ? പൂർണ്ണത. പൂർണ്ണതയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ കാര്യകാരണങ്ങളില്ലാതെ ഉണ്ടാവില്ല എന്ന്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ സൃഷ്ടിന്ന് പ്രപഞ്ചമായിട്ട് അത് പരിണമിക്കണമെങ്കിൽ അതിന് മൂലകാരണം അവിടെ കിടക്കുന്നുണ്ട്. അതില്ലാതെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാവില്ല. ശൂന്യവാദമേ വിടില്ല. ശൂന്യതയിൽ നിന്നുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതോടുകൂടി കഴിഞ്ഞു, നമ്മൾ നാസ്തികന്മാരായി തീർന്നു. ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. ഉള്ളത് പരിണമിക്കുന്നതല്ലാതെ ഇല്ലാത്തതിൽ നിന്ന് ഒരു വസ്തു ഇല്ല. മനസ്സിലാക്കാദ്യം. പ്രപഞ്ചത്തിന്റെ നാശം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ നോക്കിയാൽ, ഈ ശരീരത്തിന് നാശം സംഭവിക്കുന്നത് എന്ത് വരുന്നു? നമ്മുടെ ശരീരം എന്താണ്? പൃഥ്വിയാണ്, അല്ലേ? പൃഥ്വിയാണ്. ഈ പാർത്ഥിവമായ ശരീരം, പാർത്ഥിവമായിട്ടുള്ള അംശങ്ങൾ ജലത്തിൽ ലയിക്കുന്നു, ജലത്ത് തേജസ്സിൽ ലയിക്കുന്നു, തേജസ് വായുവിൽ ലയിക്കുന്നു, വായു ആകാശത്തിൽ ലയിക്കുന്നു, ആകാശം ഇന്ദ്രിയങ്ങളിൽ ലയിക്കുന്നു, ഇന്ദ്രിയം തന്മാത്രകളിൽ ലയിക്കുന്നു, തന്മാത്രകൾ ഭൂതങ്ങളിൽ ലയിക്കുന്നു, ഭൂതങ്ങൾ മഹത്തിൽ ലയിക്കുന്നു, മഹത്ത് അവ്യക്തത്തിൽ ലയിക്കുന്നു, അവ്യക്തത്ത് അക്ഷരമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്നു. സ്ഥൂലത്തിൽ നിന്ന് ലയം പ്രാപിച്ച സൂക്ഷ്മമായിട്ട് നമ്മളുടെ തിരിച്ചുള്ള യാത്ര എവിടേക്ക് എത്തുന്നു? ബ്രഹ്മത്തിലേക്ക് എത്തുന്നു. അപ്പോൾ സൃഷ്ടി തുടങ്ങുമ്പോഴോ അതിൻ്റെ ക്രമം ബ്രഹ്മത്തിൽ നിന്ന് തിരിച്ചുള്ള ക്രമം ഏതുവരെ? ഈ പഞ്ചഭൂതമായിരിക്കുന്ന പൃഥിവി വരെ. ആ ക്രമത്തിനെയാണ് ഇവിടെ ഈ ദശകത്തിൽ പറഞ്ഞു വരുന്നത്. ആദ്യം ഒന്നും വ്യക്തമല്ല. വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ. പ്രകൃതി കൂടി അങ്ങയിൽ
വിലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്തുണ്ട്? ഒന്നും വ്യക്താവ്യക്തങ്ങളായിട്ട് കാണാനില്ല. മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും. വലിയ ബുദ്ധിമുട്ടുള്ളതാണത് പറഞ്ഞ് മനസ്സിലാക്കാൻ. നല്ല ശാസ്ത്രമുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമാണത്. ശാസ്ത്ര പരിജ്ഞാനമുള്ളവർക്ക് പഠിപ്പിക്കേണ്ട കാര്യമാണ് പറയുന്നത്. മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും. സമാവുന്ന സമയത്ത് സൃഷ്ടിയില്ല എന്നാണ് പറയുന്നത്. ഈ സത്വം, രജസ്, തമസ് ഇതാണ് ഗുണങ്ങൾ. ഇതിന് വികൃതി വരുമ്പോഴാണ് സൃഷ്ടി വരുന്നത്. ഒരേപോലെ ആകുമ്പോഴല്ല സൃഷ്ടി വരുന്നത്. ഒരേപോലെ ആകുമ്പോൾ എല്ലാം കൂടി അടങ്ങി എന്താവുന്നു? ത്വയ്യാഗതായാം ലയം. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ തുല്യാവസ്ഥയിൽ വരുമ്പോൾ അത് രുദ്ധവികൃതവും, അതിന്റെ വികൃതി അതിന് കാണിക്കാൻ പറ്റില്ല. പിന്നെ വികൃതിച്ചായി കാണുന്നില്ലേ? അപ്പൊ എന്തായി? അത് രുദ്ധവികൃതിയാവുന്നു. അതിന്റെ വികൃതിക്ക് രോധം വന്നിട്ട് അങ്ങയിൽ ലയം പ്രാപിച്ചു കിടക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങള് ബ്രഹ്മത്തിൽ ലീനമായി കിടക്കുന്നു. എവിടെ? പ്രാക്, പണ്ട്, മുമ്പ്. പ്രാകൃത പ്രക്ഷയെ, പ്രകൃതി കൂടി വിലയം പ്രാപിച്ച്. പ്രകൃതി എന്താണ്? ത്രിഗുണാത്മകമാണ്. ആ ത്രിഗുണാത്മകമായിരിക്കുന്ന പ്രകൃതി അങ്ങയിൽ ലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ബ്രഹ്മത്തിൽ ലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ വ്യക്തമോ അവ്യക്തമായിട്ട് ഒന്നും ഇല്ല. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂൽ. അവിടെ മരണമില്ല, പിന്നെ മോക്ഷമില്ല. നോ മൃത്യുശ്ച, അവിടെ മൃത്യുവില്ല. തത് ആമൃതം ച, മോക്ഷമില്ല. മൃത്യുശ്ച, മരണമില്ല. നാന്നോ ന രാത്രേ സ്ഥിതി, പകലില്ല, രാത്രിയില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല. അപ്പോഴല്ലേ ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാം പ്രകൃതി കൂടെ വിലയം പ്രാപിച്ച സമയത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല. എല്ലാം അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുമ്പോൾ എന്താണ്? രാത്രിയില്ല, പകലില്ല. തത്രൈകസ്തുമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മന. പരാനന്ദ പ്രകാശാത്മന, പരാനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതായ അങ്ങയിൽ എല്ലാം വിലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് അവശേഷിക്കുന്നത്? വല്ലതുണ്ടോ അവിടെ ബാക്കി? വല്ലതുണ്ടോ അവിടെ ബാക്കി? എന്താണ്? തത്രൈകസ്ത്വമശിഷ്യത, ഒന്ന് മാത്രം അവശേഷിച്ചു. അതാരാണ്? ത്വമശിഷ്യത, അങ്ങാണ്. അതാ പറയുന്നത്. അങ്ങ് മാത്രമേ അവശേഷിക്കുന്നു. ഈ കാണുന്ന പ്രകൃതി, ത്രിഗുണാത്മകമായിരിക്കുന്ന പ്രകൃതി, ഈ വിശ്വം, ഈ മായ, ഇതെല്ലാം ദിനരാത്രങ്ങള്, സൂര്യചന്ദ്രന്മാര്, നക്ഷത്രങ്ങള്, ദേവഗണങ്ങള്, ഇതെല്ലാം അങ്ങയിൽ ബ്രഹ്മത്തിൽ ലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് ബാക്കി നിൽക്കുന്നത്? തത്രൈകസ്ത്വമശിഷ്യത, അങ്ങ് മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അതായിരുന്നു അവസ്ഥ. അവിടെ നിന്നാണ് ഉൽപ്പത്തി. അങ്ങ് മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുന്നതിൽ നിന്നാണ് ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മൂലകാരണം എവിടെയാണ്? ഉൽപ്പത്തിയുടെ അങ്ങാണ്. കാരണം ഇല്ലാതെ കാര്യമുണ്ടാവില്ല. അപ്പൊ എല്ലാം പ്രളയം സംഭവിച്ച് അങ്ങ് മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഉൽപ്പത്തി. അപ്പൊ ഇവിടെ ഈ ശ്ലോകം കൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ. സൃഷ്ടി തുടങ്ങിയിട്ടില്ല, സൃഷ്ടി തുടങ്ങാൻ പോകുന്നു. ആ അവസ്ഥയിൽ എങ്ങനെയാണ്? ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? കണ്ടനുഭവം കൊണ്ടല്ല, നമുക്ക് അനുമാനിക്കാം, ഊഹിക്കാം. അതിലുപരി എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു, വേദം പറയുന്നു, പുരാണങ്ങൾ പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു, ഋഷികൾ പറയുന്നു. കില ആണ് തത്രൈകസ്തുമശിഷ്യത കില. അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ അങ്ങനെയാണോ? അല്ലേ, ആണ്.
ആ കില എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് എന്ന് വേദം പറയുന്നു. ഇവിടെ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നതെന്ന് ഞാനോ നിങ്ങളോ പറയുന്നതല്ല, വേദം പറയുന്നു. അതാണ് അതിന് പ്രമാണം. കണ്ട പ്രമാണമില്ല, അതിന് പ്രത്യക്ഷമായിരിക്കുന്ന പ്രമാണങ്ങളില്ല, അനുമാനമായിരിക്കുന്ന പ്രമാണങ്ങളില്ല, ഉപമിക്കാൻ പറ്റില്ല. അതിനൊരു പ്രമാണമേ ഉള്ളൂ. ഏതാണ്? ശാസ്ത്രം അഥവാ വേദം. അതിൽ നിന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ നമ്മളൊന്നും ചിന്തിക്കണ്ട. വേദം സത്യമാണെന്ന് മനസ്സിലാക്കാതെ ഈ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും മണ്ടേ കയറില്ല എന്ന്